രാത്രി മുഴുവൻ ആലോചിച്ചിട്ട് അവൻ എനിക്ക് മാത്രമായിട്ടൊരു പേര് കണ്ടുപിടിച്ചു, മിലി. അവൻ ആ പേര് അന്നെൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പക്ഷേ ആ സ്നേഹത്തിനൊക്കെ കുറച്ച് നാളത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതല്ലേ ഞാനിന്ന് മിലിന്ന് വിളിക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞേ? അതെ, അവനോടൊപ്പമുള്ള ഓർമ്മകൾ കുഴിച്ചു മൂടുന്നതിനോടൊപ്പം ഈ പേരും എനിക്ക് മറക്കണം. നീതു ചോദിക്കുന്നുണ്ടോന്നും തോന്നല്ലേ? ഇത്രയധികം സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും എങ്ങനെയാ ഇത്ര ശത്രുതയിലായത്? അതിന്റെ റീസൺ ഒറ്റ വേർഡ് പറഞ്ഞാൽ അത് ഞാനാ. താനോ? അതെങ്ങനെ? അതെ, എന്റെ പേര് തുടങ്ങിയ പ്രശ്നം അത് ആദ്യമൊക്കെ ഒരു സോറിയിൽ തീരേണ്ട പ്രശ്നമായിരുന്നെങ്കിൽ പിന്നെ പിന്നെ എത്ര സോറി പറഞ്ഞാലും കാലേ വീണ് അപേക്ഷിച്ചാലും ഉണങ്ങാത്ത മുറിവായി മാറി. സത്യത്തില് അതെന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും ചിന്നിച്ചിതറിയ കുറെ ചിത്രങ്ങളല്ലാതെ വേറൊന്നും എന്റെ മനസ്സിലോട്ട് വരുന്നില്ല. ഒന്ന് മാത്രമേ എന്റെ അമ്മ പറഞ്ഞ എനിക്കറിയാം, ഇതിനെല്ലാത്തിനും കാരണം അയാളാണ് അന്ന് എന്നെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടത്. ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടെന്നോ? അതെ, വല്യേട്ടാന്ന് വിളിച്ച് പുറകെ നടന്ന എന്നെ അയാൾ പൂട്ടിയിട്ടു. പണ്ട് അമ്മമ്മ ഉൾപ്പെടെ എല്ലാവരും കോട്ടപ്പുറം ഹൗസിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അവരുടെ എല്ലാവരുടെയും തിരക്ക് കാരണം വല്ലപ്പോഴും തറവാട്ട് വീട്ടിലേക്ക് ഞങ്ങൾ പോകത്തുള്ളായിരുന്നു. അതുകൊണ്ട് 2 മാസത്തെ വെക്കേഷൻ ആകുമ്പം അമ്മമ്മയും മാധവിയമ്മയും പിന്നെ ഞങ്ങൾ പിള്ളേർ സെറ്റുമായിട്ട് 2 മാസത്തേക്ക് തറവാട്ട് വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. ഞങ്ങള് പിള്ളേർക്കെല്ലാം കോട്ടപ്പുറം ഹൗസിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം തറവാട് വീടായിരുന്നു. വെക്കേഷൻ ആകാറാവുമ്പോഴേ അമ്മമ്മ വിളിച്ച് കുറുപ്പങ്ങളിനോട് പറയും വീടെല്ലാം വൃത്തിയാക്കിയിട്ടേക്കാൻ. ഞങ്ങള് ചെല്ലുമ്പോഴേക്കും മുറ്റത്ത് ഊഞ്ഞാല് സഹിതം എല്ലാം സെറ്റാക്കി വെക്കും കുറുപ്പങ്ങൾ. പിന്നെ പാട്ടും മേളവും ഒക്കെ ആയിട്ട് 2 മാസം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിക്കും. അമ്മമ്മയുടെ ആങ്ങളയുടെ കൊച്ചുമക്കളും പിന്നെ അവിടെ തൊട്ട് അടുത്ത് താമസിക്കുന്ന ശാലിനി ആൻറ്റിയുടെ മക്കൾ ഉൾപ്പെടെ ഏകദേശം ഒരു 10 കുട്ടികളോളം ഉണ്ടാവും കളിക്കാനായിട്ട്. രാവിലത്തെ കുളക്കടവിലുള്ള കുളി തൊട്ട് സന്ധ്യയ്ക്ക് കാവില് വിളക്ക് വെക്കണ സമയം വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണും. പാടത്തും പറമ്പിലും പിന്നെ മരത്തിന്റെ ചില്ലയിലും തറവാട് മുറിയിലും അങ്ങനെ ഞങ്ങൾ കളിക്കാൻ കയറാത്ത ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് എന്താ സംഭവിച്ചെന്നുള്ളത് അമ്മയും മാധവിയും ഒക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ എനിക്ക്. തറവാട് വീടിനടുത്ത് 2 അമ്പലങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രം, മറ്റേതും തൊട്ടടുത്ത് തന്നെയാ. വെക്കേഷൻ സമയത്താണ് അവിടെ ഉത്സവം തുടങ്ങുന്നത്. അമ്മമ്മയും മാധവിയമ്മയും പിന്നെ കുറുപ്പങ്ങളും കൂടെ ഞങ്ങൾ എല്ലാവരെയും ഉത്സവത്തിന് കൊണ്ടുപോകും. ഉത്സവം പ്രമാണിച്ച് ഒരുപാട് കടകളൊക്കെ അപ്പോൾ വന്നിട്ടുണ്ടാവും. എല്ലാ കടകളിലും ഞങ്ങള് അമ്മമ്മയെ കൊണ്ട് കയറും. എന്നിട്ട് കണ്ണി കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടും. ഒന്നും ആവശ്യമില്ലെങ്കിലും അവിടുന്ന് മേടിക്കാനൊരു പ്രത്യേക രസാ. അത് സത്യമാണോ? നമ്മള് പിന്നെ അതൊന്നും യൂസ് ചെയ്യുക പോലും കാണത്തില്ല, എന്നാലും എല്ലാം മേടിക്കും. അതെ, പക്ഷേ എനിക്ക് ഉത്സവമായാൽ ഒരു കാര്യം മാത്രം ഭയങ്കര പേടിയാ. അവിടെ ഉത്സവത്തിന് വീടുകളിലെല്ലാം പറയെടുക്കാൻ വരും, കൂടെ വെളിച്ചപ്പാടും കാണും. എന്താണെന്നറിയില്ല, അവിടെ ഉണ്ടായിരുന്ന വെളിച്ചപ്പാടിന് എന്തോ പേടിപ്പെടുത്തുന്ന ഒരു മുഖമായിരുന്നു. എടോ, അതെല്ലാം അങ്ങനെ തന്നെയാ. ഈ വെളിച്ചപ്പാടുകൾക്കെല്ലാം ഒരു ക്രൂര മുഖ. ഈവൻ സിനിമയിൽ പോലും അങ്ങനെ തന്നെയല്ലേ? എന്താണാവോ അതിന്റെ റീസൺ? അവിടെ വെളിച്ചപ്പാടിനെ കാണുമ്പോഴേ ഞാൻ കട്ടിലിനടിയിൽ കയറി ഒളിക്കും. എനിക്ക് അത്ര പേടിയായിരുന്നു. മാധവനാണെങ്കിൽ ഇത് കണ്ട് എന്നെ കളിയാക്കി ചിരിക്കാനും തുടങ്ങും. പക്ഷേ അപ്പോഴും വല്യേട്ടനായിരുന്നു എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പേടി തോന്നുമ്പോഴൊക്കെ ഞാൻ വല്യേട്ടനെ പോയി കെട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ടും എന്തിനാ വല്യേട്ടൻ എന്നെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടതെന്ന് എനിക്ക് അറിയില്ല. അന്നൊക്കെ ഞങ്ങൾ ഫുൾ ടൈം കളി തന്നെയായിരിക്കും. മെയിനായിട്ട് കളിക്കുന്നത് സാറ്റ് കളിയായിരിക്കും.
ആ സാറ്റ് കളിയോ? അതെന്താ? ഓ എന്റെ അന്നമ്മേ, അത് നിനക്കറിയില്ലേ? സാറ്റ് കളിയെന്ന് വെച്ചാ ഹൈഡ് ആൻഡ് സീക്കടി. അന്നും ഞങ്ങൾ പതിവ് പോലെ സാറ്റ് കളിച്ചിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വേറൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഹേയ് മിഥു, കരയല്ലേ, സാരില്ലടോ. അത് പറയാൻ തനിക്ക് വിഷമാണെങ്കിൽ താൻ പറയണ്ട. ഹേയ്, അങ്ങനെയല്ല കായു. പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോയി. ഞാൻ ഓർക്കുന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, അന്നൊക്കെ മെയിനായിട്ട് കളിക്കുന്നത് സാറ്റ് കളിയായിരുന്നു. അന്ന് ഞങ്ങൾ സാറ്റ് കളിച്ചിരുന്നു. പിന്നെ ഒരു ഇരുട്ട് മുറിയിൽ ഞാൻ കരയുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ മുറിയിൽ ശ്വാസം കിട്ടാതെ ആവണം ഞാൻ അവിടെ ബോധം കെട്ട് വീണു. അമ്മമ്മ വന്ന് വെളിയിലൂടെ പൂട്ടിയിട്ടിരിക്കുന്ന കഥയെ തുറന്ന് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് അനക്കമൊന്നുമില്ലായിരുന്നു. 2-3 ദിവസം ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴോ കണ്ണു തുറന്നു. ആ ഇരുട്ട് മുറിയിലിരുന്ന് വല്ലാതെ പേടിച്ചു പോയതുകൊണ്ടാവാം, ചിലപ്പോൾ ഞാനതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാവാം, അന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ട്രോമയാവാം എനിക്ക് ഇപ്പോഴും ഇരുട്ട് പേടിയാ. ഇന്ന് ലാബിൽ സംഭവിച്ചതും അത് തന്നെയാണ്. പക്ഷേ മിഥു, വല്യേട്ടൻ ആളെന്തിനാ നിന്നെ? അതെനിക്ക് അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അന്ന് നടന്ന കാര്യം ഈ ചേച്ചിയോട് അമ്മ ചോദിച്ചോണ്ടിരിക്കുമ്പോ അയാൾ തന്നെയാ പേടിച്ച് കുറ്റസമ്മതം നടത്തിയത്. പക്ഷേ എന്തിനാണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഇത്ര സ്നേഹം ഉണ്ടായിരുന്ന വല്യേട്ടൻ എന്തിനാ അത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. വല്യേട്ടനെ എന്നെ പുറത്തുനിന്ന് പൂട്ടിയിട്ടെന്ന് അനുപമ അറിഞ്ഞപ്പോ സങ്കടം സഹിക്കാതെയാ വല്യേട്ടനെ അമ്മ തല്ലിയത്. ഒന്നും മിണ്ടാതെ നിന്ന് തല്ലുകൊള്ളുന്ന വല്യേട്ടനെ കണ്ടുകൊണ്ടാ സൂസമ്മയും വരുന്നത്. അനു, എന്തിനാ അവനിങ്ങനെ തല്ലുന്നേ? സൂസൻ, മഹി, ഇവനാ എന്റെ കുഞ്ഞ്. എന്തിനാ മഹി നീ അത് ചെയ്തേ? നീ വന്നേ. അനു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? മഹി അങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്നെ സമാധാനിക്കാനോ? എന്റെ കുഞ്ഞിക്ക് നീ പറ്റിയുണ്ടല്ലോ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടല്ലടാ ഞങ്ങൾ പോകുന്നത്. കൂട്ടത്തിൽ മുതിർന്ന കുട്ടി നീയല്ലേ മഹി? നീ എന്തിനാ പിന്നെ അവളോട് ഇങ്ങനെ ചെയ്തേ? മഹി, പറയടാ, നിങ്ങൾ പറയാനല്ലേ പറഞ്ഞേ? മഹി, അനു, മതി അവനെ തലയത്. സൂസൻ, നീ മാറി നിൽക്ക. പറയടാ, എന്തിനാ നീ എന്റെ കുഞ്ഞിനെ? അനു, തൊട്ടു പോരുതെന്റെ മോനെ. ഇനി നിന്നെ തല്ലേ ചിലപ്പോ ചത്തുപോവും. നിന്റെ മോനോ? അതെ, എന്റെ മോൻ. ഞാൻ നിന്റെ പ്രസവിച്ച എന്റെ കുഞ്ഞ്. അവനെ തുള്ളുമ്പോ നോവുന്ന എനിക്കാ. അവനിങ്ങനെ മുന്നായി നിന്ന് തല്ലുകൊള്ളുന്നത് കാണാൻ എനിക്കിനി വയ്യ. ഹോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ അവന്റെ ആരാ? ഇത്രയും നാള് എന്റെ മക്കള് നിന്റെ മക്കള് എന്ന് വേർതിരിവോടെ തന്നെയല്ലേ നീ അവരെ വളർത്തിയ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ വിളിച്ചു പോകുന്നേ. മതി സൂസൻ, ഇനി നീ നിന്ന് അഭിനയിക്കണ്ട. ഇവരെ 4 പേരും എന്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാ വളർത്തിയ ഞാന്. അതിലൊരു പക്ഷാഭേദം എനിക്കില്ലായിരുന്നു. എന്റെ ചേട്ടന്റെ മക്കൾ എന്റെ സ്വന്തം മക്കൾ തന്നെയായിരുന്നു. അതെങ്ങനെയാ? അനീതിയുടെയും ചേട്ടന്റെ ഒക്കെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ നിനക്കും ആരെങ്കിലൊക്കെ വേണ്ടേ? അച്ഛനും അമ്മയും ആരാന്ന് പോലും അറിയാത്ത വഴിവെക്കിൽ ജനിച്ച നിനക്ക് എങ്ങനെയാ സ്വന്തത്തിന്റെ മതത്തിലേക്ക് വില മനസ്സിലാവുന്നേ? നീ എന്താ പറഞ്ഞേ? അനിയേട്ടാ വേണ്ട, വഴക്കിനൊന്നും പോകണ്ട. നമുക്ക് പോവാ അനിയേട്ടാ. സൂസൻ, മാറും. അനിയേട്ടാ. സൂസൻ, ഇതെല്ലാം കൂടെ കേട്ടപ്പോ സൂസന്ന് തകർന്നുപോയി. അനുപമ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. എനിക്ക് ബോധം തെളിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനാവുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ വിഷമവും
എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ദേഷ്യത്തിലുമായിരുന്നു അനു അമ്മ വല്യേട്ടനെ പിടിച്ച് തല്ലിയത്. അതിപ്പോ ഞങ്ങൾ 4 പേര് ആർക്കത് സംഭവിച്ചാലും ആര് ചെയ്താലും അനുഅമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ. കാരണം അനുഅമ്മയ്ക്ക് മക്കൾ 4 പേരാണ്. അതില് ഒരു വേർതിരിവില്ലായിരുന്നു. സൂസമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. സൂസമ്മയ്ക്ക് ഞങ്ങളെന്ന് വെച്ച ജീവനാ. 4 മക്കളിൽ ആരെ തല്ലിയാലും സൂസമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ. അത് അനുഅമ്മയ്ക്ക് നല്ലോണം അറിയാം. പക്ഷേ അപ്പോഴുള്ള ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാ. അല്ലേലും കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ദേഷ്യവും വിഷമവും എല്ലാം ഒന്ന് ആറ് തണുത്തപ്പോഴാണ് അനുഅമ്മ താൻ പറഞ്ഞത് വലിയൊരു വിഷമമായി പോയെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അനുഅമ്മ സൂസമ്മയുടെ അടുത്ത് നിന്നു. സൂസൻ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ വിഷമിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്നോട് സോറി പറയാൻ വന്നാ? സൂസൻ, എന്നോട് ക്ഷമിക്കടോ. സോറിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി. ഇനി എന്റെ 4 മക്കളിൽ ആരെങ്കിലും ഒരാളെ ഇങ്ങനെ ശിക്ഷിച്ചാലുണ്ടല്ലോ, പിന്നെ ഈ സൂസന്റെ തനി സ്വഭാവം നീ അറിയും. സൂസൻ, എന്നോട് ക്ഷമിക്കടോ. അങ്ങനെ എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കായിരുന്നു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം ഞാൻ തന്നെ. എന്തിനാനു നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വിശദീകരണം വേണോ? നിന്റെ അപ്പോഴത്തെ വിഷമം കൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ 4 മക്കളെ ഒരുപോലെ തന്നെയാ ഞാൻ കാണുന്നതെന്ന് നിനക്ക് നല്ലോണം അറിയാം. പിന്നെ എന്തിനാനു? എന്നാലും സൂസൻ, നിന്നോട് ഞാൻ തന്നെ അങ്ങനെയൊക്കെ സോറി. നിന്റെ അനുവിനോട് നീ ക്ഷമിക്ക. എന്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റുമെന്ന വിഷമത്തിലായിരുന്നു ഞാൻ. പിന്നെ മഹി, അവനിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. ഞാനതൊക്കെ എപ്പോഴേ ക്ഷമിച്ചതാ അനു. എന്റെ അനുവിനെ എനിക്കറിയില്ലേ. ഞാൻ അങ്ങോട്ട് വരാൻ പോവായിരുന്നു. ഇന്നലെ മുതൽ ആരും ഒന്നും കഴിച്ചു കാണില്ല എന്ന് എനിക്കറിയാം. ഭാവം മാളും മനു അതുങ്ങൾക്ക് നല്ല വിഷമായി. പോട്ടെ, ഇനി വിഷമിച്ച് നിന്നോണ്ട് ഒരർത്ഥമില്ലല്ലോ. ആദ്യം നമുക്ക് കുഞ്ഞിയുടെ കാര്യം നോക്കാം. അവളെ ഒക്കെ ആയിട്ട് നമുക്ക് മഹിയോട് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയാം. നീ വിഷമിക്കണ്ട. സൂസൻ, എന്നിട്ട് മഹി എന്തിയെ? ഇന്നലെ നല്ല വിഷമായി കാണും പാവത്തിന്. ഞാൻ അവനെ ഒരുപാട് തല്ലി സൂസൻ. പാവം എന്റെ കുഞ്ഞൊന്നും എതിർക്കുക കൂടെ ചെയ്യാതെ എല്ലാം നിന്ന് കൊണ്ടു. അവൻ അറിഞ്ഞുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിനക്കും അറിയാലോ അനു. എന്തോ കയ്യബദ്ധം പറ്റിയതാ. പാവം മഹി ഇന്നലെ ജലപാനം ചെയ്തിട്ടില്ല. അവൻ മുറിയിൽ കയറി ഒരേ ഇരിപ്പാ. രാത്രിയായപ്പോ ചെറുതായിട്ടൊന്ന് പനിക്കൂടെ ചെയ്തു. അവൻ കിടക്കുക, എണീറ്റിട്ടില്ല. അയ്യോ എന്റെ മഹി, ഞാൻ നോക്കട്ടെ. എങ്ങോട്ടാ? അനിയേട്ടാ മഹി ഒന്ന് മാറി, ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ. എന്തിനാ ഇനി അവനെ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തലാണോ? അനിയേട്ടാ മതി. അപ്പോഴത്തെ എന്റെ സങ്കടത്തിന് ഞാൻ അങ്ങനെയൊക്കെ. അനിയേട്ടാ മാറ്, ഞാൻ അവനൊന്ന് കാണട്ടെ. അവന് നിന്നെ കാണണ്ടെങ്കിലോ? എന്റെ മഹി എന്തായാലും അങ്ങനെ ഒന്നും പറയില്ല. അവൻ എന്റെ കുഞ്ഞാ. നിന്റെ കുഞ്ഞോ? എന്തിനാണോ നീ അവനെ ഇന്നലെ ഇത്രയും തല്ലിയത്? അനിയേട്ടാ എന്താ ഇത്? അനുവിന് അനിയേട്ടന് നല്ലോണം അറിയാവുന്നതല്ലേ. അവള് ഇവളുടെ വക്കാലത്തും കൊണ്ട് വരുന്നത് നീ അങ്ങ് നിർത്തിക്കോ സൂസൻ. ഇത്രയും കിട്ടിയോ നിനക്ക് പോരെ? അനിയേട്ടാ, അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ അറിയാതെ അവൻ എന്റെ മോനല്ലേ. നീ മഹിയെ ശിക്ഷിച്ചത് നിന്റെ മോനാണെന്ന് കരുതിയിട്ടാവോ? അപ്പൊ സൂസനോട് പറഞ്ഞോ? എന്ത് മാനസികാവസ്ഥയിലാണെങ്കിലും നീ സൂസനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ പറഞ്ഞത്. അത് നിന്ന് നിനക്ക് ഒരു ന്യായീകരണം ഇല്ലാനും. അനിയേട്ടാ, ഞാൻ എന്നോട് ക്ഷമിക്ക. ഒരിക്കലും സൂസനോട് ചെയ്തത് നിനക്ക് ഒരു മാപ്പില്ലാനും. പ്രത്യേകിച്ച് നീ ഒരിക്കലും അവളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അനിയേട്ടാ, എന്റെ അനുവിനെ എനിക്കറിയാം. അവൾ ഒന്നും മനസ്സിൽ വെച്ചോണ്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോഴത്തെ വിഷമത്തിന് എന്തൊക്കെയോ സംഭവിച്ചതാ. എനിക്ക് മനസ്സിലാവും അനിയേട്ടാ.
അവളോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. നീ ഇതിലൊന്നും ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല സൂസൻ. അനിയേട്ടാ, എന്നോട് ക്ഷമിക്ക. ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞതല്ല. ഞാൻ പറയുന്നുണ്ട് കേക്ക്. നിന്റെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ എന്താ വിചാരിച്ചേ സൂസനെ കുറിച്ച് എന്ത് പറയാമെന്നോ? അവക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇല്ലാതായിട്ടുള്ളൂ. നല്ല കണ്ടും തടിയുള്ള ഒരു ഭർത്താവ് ഇപ്പോഴും ഉണ്ട്. അനിയേട്ടാ, നിന്നോടോ സൂസൻ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞ. അനിയേട്ടാ, ഞാൻ ചെയ്ത തെറ്റാ. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്കൊന്നും കേൾക്കണ്ടു. അവനിപ്പോ ഇവിടുന്ന് ഇറങ്ങാം. അനിയേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കറിയാം എന്റെ തെറ്റ് തന്നെയാ. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ എന്റെ കാല് പിടിക്കാം. എന്നോട് ക്ഷമിക്ക. എനിക്കിനി ഒന്നും കേൾക്കണ്ടായിരുന്നു. എന്റെ അടുത്തുനിന്ന് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അനിയേട്ടാ, എനിക്കിനി ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലാണു. എനിക്ക് പോയെന്റെ വീട്ടിൽ നിന്ന്. ഇത് എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്ന വീടാ. നിന്റെ വീട് അപ്പുറത്ത്. അങ്ങോട്ട് നമുക്ക് പോവാം. അനിയേട്ടാ, എന്തുവാ ഇതൊക്കെ? ചെറിയൊരു പ്രശ്നം ഇങ്ങനെ വലുതല്ലേ, പ്ലീസ്. നിനക്കത് ചെറുതാവും. എന്നാ എനിക്ക് അങ്ങനെ അല്ല സൂസൻ. നീ ഇവിടുന്ന് പോകുന്നു. എനിക്കിനി നിന്നെ കാണണ്ട. അനി, എന്തൊക്കെയാണ് ഇതൊക്കെ? നമുക്ക് വേണു, വേണ്ട. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ആ, നമുക്ക് പോവാം. അനു, പോവല്ല അനു. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല അനു. ആര് നിൽക്കും സൂസൻ? അയാൾക്ക് വാശിയാണെങ്കിൽ എനിക്കുണ്ട്. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ഓടുന്ന അതേ ചോര തന്നെയാ എന്റെ ശരീരത്തും. അയാൾക്ക് വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കുറയാതെ തന്നെ ഉണ്ട്. അനു, വേണ്ട വിനു. ഇനി ഇവിടെ ഉള്ളതൊന്നും നമ്മുടെ ആരും അല്ല. അനുരാധയ്ക്ക് ഇനി ഇങ്ങനെ ഒരു ചേട്ടനില്ല. അനു, അനു പ്ലീസ്, ഇങ്ങനൊന്നും പറഞ്ഞ് നീ പോവല്ലേ. അനിയേട്ടാ, അവളെ തിരിച്ച് വിളിക്കാനിയേട്ടാ. നീ മാറി സൂസൻ. ഇനി അനുരാധയ്ക്ക് ഇവിടെയുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ചാവം കിടന്നാൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരില്ല. ഞാൻ മാത്രമല്ല, എന്റെ ഭർത്താവും 2 മക്കളും, ഞങ്ങൾ ആരും നിങ്ങളുടെ ആരും അല്ല. ഇനി മേല അനുരാധ ഈ പടി ചവിട്ടില്ല. തിരിച്ച് എന്റെ വീട്ടിലോട്ടും ആരും കയറി പോകരുത്. ഈ ജന്മത്തിലുള്ള ബന്ധം അനുരാധ ഇവിടെ അവസാനിപ്പിക്കുക. ഇനി ഇവിടെ നിൽക്കേണ്ടവനും നമുക്ക് പോവാം. കർത്താവ്, എന്നൊക്കെ ഇവിടെ നടക്കുന്ന ഇതൊന്നും കാണാനും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അന്ന് അമ്മ ആ പടി ഇറങ്ങിയതാ. പിന്നെ അങ്ങോട്ട് കയറിയിട്ടില്ല. ആദ്യമൊക്കെ അമ്മമ്മയും സൂസമ്മയും കൂടെ ഒരുപാട് ശ്രമിച്ചതാ അവരുടെ വഴക്ക് മാറ്റാൻ. പക്ഷെ രണ്ടുപേരും വാശിക്ക് മുന്നിലായതുകൊണ്ട് അവിടെ തോറ്റുപോയത് അമ്മമ്മയും സൂസമ്മയും തന്നെ. ഒരു സോറി പറഞ്ഞു തീരേണ്ട വഴക്ക് പിന്നീട് പറഞ്ഞു വഷളായി പോയതാ. പിന്നീട് അത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വഴക്കായിട്ട് മാറി. അങ്ങനെ കോട്ടപ്പുറം ഹൗസ് 2ആയി പിളർന്നു. നേരത്തെ ഒരു വീട് പോലെ ആയിരുന്ന കോട്ടപ്പുറം ഹൗസ് പിന്നീട് കോട്ടപ്പുറം ഹൗസ് നമ്പർ 1ഉം ഹൗസ് നമ്പർ 2 ആയി. 2 വീടുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സൂസമ്മയും അനുഅമ്മയും ആഗ്രഹിച്ച് പണിത ആ പാലം പൊളിക്കാൻ അനിയമ്മാവനും അനുഅമ്മയും ശ്രമിച്ചെങ്കിലും ആ പാലം പൊളിഞ്ഞ അത് 2 വീടിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ ശ്രമവും ഉപേക്ഷിച്ചു. പകരം 2 വീടുകളെ വേർതിരിക്കാൻ അവിടെ കോട്ട പോലത്തെ ഒരു മതിലും കെട്ടി. പിന്നീട് ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പടി ചവിട്ടിയിട്ടില്ല. അപ്പോ നിങ്ങളാരും പിന്നീട് പരസ്പരം മുന്നിട്ടേയില്ല? പ്രത്യേകിച്ച് വല്യേട്ടനും ചേച്ചിയും. അവര് പരസ്പരം പ്രണയത്തിലായിരുന്നില്ലേ? ഇച്ചേച്ചിയും വല്യേട്ടനും തമ്മില് സ്നേഹത്തിലായിരുന്ന കാര്യം അനുമ്മയ്ക്ക് എന്തോ ഒരു ക്ലൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശേഷം ഈ ചേച്ചിയെ സ്കൂൾ മാറ്റി ബോർഡിംഗ് സ്കൂളിലാക്കി. ഈ ചേച്ചി അവിടെ നിന്നാ +2 വരെ പഠിച്ചത്. വല്ലപ്പോഴും മാത്രമേ ഈ ചേച്ചി വീട്ടിൽ വരില്ലായിരുന്നു.
പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഇച്ചച്ചി ഓസ്ട്രേലിയയിലേക്ക് വിട്ടു പഠിപ്പിച്ചു. ആ 3 വർഷത്തിൻ്റെ ഇടയ്ക്കും വേറെ 2 തവണ മാത്രമാണ് ഇച്ചച്ചി വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം കാണാനോ മിണ്ടാനോ ഉള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ ഇച്ചച്ചി എല്ലാം മറന്നിട്ടുണ്ടാവും. എടോ മിതു, അപ്പൊ നിങ്ങളോ? വീട്ടുകാരും വല്ലേട്ടനൊക്കെ ചെയ്ത് പോട്ടെ, ഇതില് തന്റെ കുഞ്ഞേട്ടൻ, സോറി ഐ മീൻ മാധവ്, അവൻ തന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെയാ കീരിയും പാമ്പും പോലെ ആയത്? അത് ശരിയാ, അവൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ ആദ്യമൊക്കെ പുറത്തൊരു വിഷമവും കാണിച്ചിരുന്നില്ല. അമ്മ എല്ലാം തൻ്റെ ഇടത്തോട് നേരിടുമെന്ന വാശിയായിരുന്നു അനുമ്മയ്ക്ക്. പക്ഷെ പിന്നെ പിന്നെ അനുമ്മ മുറിയിൽ വന്നിരുന്ന് നെഞ്ചുരുകി കരഞ്ഞത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വല്ലാത്തൊരു മെന്റൽ സ്റ്റേജിലോട്ട് പോവുമായിരുന്നു അമ്മ. അപ്പോൾ കരയുന്നത് ആരും കാണാതിരിക്കാൻ ഒരു ഇരുട്ട് മുറിയിൽ ഭിത്തിയോട് ചേർന്ന് തറയിൽ കുനിഞ്ഞിരുന്ന് ആപത്തി കരയുന്ന അനുവമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അനുവമ്മ കരയുന്ന കണ്ട് ഒരിക്കല് ഞാൻ അടുത്ത് വന്ന് അനുവമ്മയെന്ന് വിളിക്കുമ്പോൾ ദേഹം മുഴുവനും ഇങ്ങനെ ഐസ് പോലെ തണുത്തിരിക്കുമായിരുന്നു. അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അനുവമ്മ ഇരുന്ന് കരയുന്നത് ഇപ്പോഴും എന്റെ കാതിൽ കേൾക്കാം. അന്ന് അമ്മ കരയുന്ന കണ്ട് ഞാനും അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് ഒരുപാട് നേരം കരഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്റെ അമ്മയെ വേണ്ടാത്തവരെ എനിക്കും വേണ്ടാന്ന്. അന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് എനിക്കും അന്ന് വയ്യാണ്ടായി. പിന്നെ ആ സംഭവത്തിന് ശേഷം എന്റെ അനുമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമ്മ പിന്നീട് കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാവും സത്യം. അപ്പൊ മാധവ് ഇടയ്ക്ക് രാത്രിയില് ആരും കാണാതെ പാലം കടന്നു വന്ന് ജനലിൽ വന്ന് തട്ടി വിളിക്കുമായിരുന്നു അവൻ. അന്ന് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ ഞാൻ കിടക്കുമായിരുന്നു. അന്നൊക്കെ അവന്റെ അടുത്ത് വന്ന് എന്റെ സങ്കടങ്ങൾ പറയാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ അനുമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ അമ്മയുടെ സന്തോഷം, അതാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നീട് അവന് എന്നെ മനസ്സിലായി, ഞാൻ മനഃപൂർവ്വം അവൻ്റെ അടുത്ത് ചെല്ലാത്താണെന്ന്. അതിനുശേഷം അവൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനായി. അവൻ എനിക്കിട്ട് പണി തരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ തിരിച്ച് അവനും എങ്ങനെ പണി കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. ഞങ്ങളുടെ വഴക്കിൻ്റെ ഇടയിൽ അനുഅമ്മയും അനിയമ്മാവനും തമ്മിലുള്ള വഴക്കും കൂടിക്കൂടി വന്നതേ ഉള്ളൂ. ഇതെല്ലാം കണ്ട് സഹിക്കാതെ വന്നപ്പോൾ അമ്മമ്മ ഞങ്ങളുടെ ആരുടെയും കൂടെ നിൽക്കാതെ തറവാട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ തുടങ്ങി. സഹായത്തിന് കുറുപ്പങ്ങളുണ്ട്. എപ്പോഴും അപ്പൂപ്പൻ തുടങ്ങിയ ബിസിനസ് അമ്മമ്മയുടെ പേരിൽ തന്നെയാണ്. അതും തറവാട് വീട് മാത്രം 2ആയിട്ട് ഭാഗിച്ചില്ല. ഞങ്ങൾ വളർന്ന് വലുതാവും തോറും ഞങ്ങൾക്കിടയിലുള്ള വഴക്കം കൂടി തന്നെ വന്നതേ ഉള്ളൂ. ഞാൻ കാരണം 10th എക്സാം അവന് എഴുതാൻ പറ്റിയില്ല. അങ്ങനെ അവൻ്റെ ഒരു വർഷമാണ് പോയത്. അതുകൊണ്ടാണ് ഞാനും അവനും ഇപ്പം ഒരേ ക്ലാസ്സിലായത്. ആക്ച്വലി ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാനിരുന്നതൊന്നുമല്ല. എനിക്ക് ജർമ്മനിയിലോട്ട് പോകാനുള്ള എല്ലാ പേപ്പേഴ്സും ശരിയായി വന്നതാണ്. അപ്പോഴേക്കും എൻ്റെ പാസ്പോർട്ട് അവൻ എങ്ങനെയോ കൈക്കലാക്കി. അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി വഴക്കൊന്നും വേണമെന്ന് വെച്ച് ജർമ്മനിയിലോട്ട് പോകാനിരുന്ന ഞാൻ അങ്ങോട്ട് പോകുമ്പോഴെങ്കിലും പിന്നീട് അവനെ കാണേണ്ടി വരില്ലല്ലോ. പക്ഷെ അപ്പോഴും വിധി മറിച്ചായി. പാസ്പോർട്ട് അവൻ്റെ കയ്യിലുണ്ട്. എനിക്കത് എങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കണം. ആ വാശി പുറത്താ ഞാൻ അവൻ്റെ സെയിം കോളേജിൽ അഡ്മിഷൻ എടുത്തത്. അവൻ്റെ അതേ കോളേജിൽ തന്നെയാണ് ഞാനും പോകുന്നതെന്ന് അച്ഛനും അമ്മയും ഉൾപ്പെടെ വീട്ടിൽ ആർക്കും അറിയില്ല. അവരറിയാതിരിക്കാൻ ഞാനത് മാക്സിമം ശ്രമിച്ചു. അത് ഇത്രയും ദിവസം വിജയിച്ചു. എൻ്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടുന്നവരെ മാത്രമേ ഉള്ളൂ ഞാൻ ഈ കോളേജിൽ. അത് കഴിഞ്ഞ് ഞാൻ പോവും. പിന്നെ ആരും കാണണ്ടല്ലോ. ഹേ മിതു, കരയല്ലേടോ, ഞങ്ങളൊക്കെ ഇല്ലേ തൻ്റെ കൂടെ? എന്തായാലും കുറച്ചു നാളത്തേക്കാണെങ്കിലും എനിക്ക് കോളേജിൽ വരാൻ പറ്റുമല്ലോ.
അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിനെ കിട്ടിയത്. ഒരിക്കലും ഞാൻ മറക്കില്ല. എന്തൊക്കെയാ മിഥു താനീ പറയുന്നേ? അതിന് തന്നെ ഞങ്ങൾ അങ്ങ് വിട്ടിട്ട് വേണ്ടേ? ആ, അപ്പൊ ഇനി ശരിക്കും പോകുമ്പോ നേരത്തെ പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ നിങ്ങൾ കാരണം എനിക്ക് പഴയതൊക്കെ ഒന്നുകൂടെ ഓർമ്മ കിട്ടി. അല്ലായിരുന്നെങ്കിൽ ഞാൻ പലതും മറന്നു പോയേനെ. എൻ്റെ ഉള്ളിലെ വാശിയും ഇല്ലാതായി പോയേനെ. അതെല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. മൈഥിലിയുടെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. റിസപ്ഷനിലോട്ട് പൊക്കോ. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇന്ന് ക്ലാസ് കയറാനുള്ളതല്ലേ. ഇന്ന് വേണ്ട, ഇന്ന് താൻ റെസ്റ്റ് എടുത്തോ, നാളെ വന്നാ മതി. റെസ്റ്റ് എടുക്കാനോ? ഞാനോ? നല്ല കാര്യമായി. വേഗം വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ക്ലാസ്സിൽ ചെന്നിട്ട് കുറച്ച് പണികൾ ബാക്കിയുണ്ട്.